ഫൈനലി ഒരുപാട് നാൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മാരേജാണിത്. സ്പെഷ്യലി ഇറ്റ്സ് മൈ സിസ്റ്റർ. സോ എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ്. ദ ടൈം ഐ സോ ഹെർ ഇറ്റ് വാസ് ലൈക്ക്, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഐ വാസ് സോ ഹാപ്പി. പോകുന്നുണ്ട് എന്നുള്ളൊരു വിഷമമുണ്ട്. ബട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ദ മോസ്റ്റ് സേഫസ്റ്റ് ഹാൻഡ്സ്. എനിക്ക് ഉറപ്പുണ്ട് ഷീ ഈസ് സോ ഹാപ്പി റൈറ്റ് നൗ. അവൾ നല്ലൊരു പുതിയൊരു ലൈഫ്, അവളുടെ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാം ബ്ലെസ്സിങ്സോടുകൂടി നന്നായിട്ട് നടക്കട്ടെ ആശംസിക്കുന്നു. ആദ്യം സ്റ്റെപ്പ് ഇറങ്ങി ഒരുങ്ങി കണ്ടപ്പോൾ നിന്നെ എനിക്ക് പശു നക്കിയ പോലെ തോന്നിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയാ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നി. എൻ്റെ ചേട്ടനും എൻ്റെ നാത്തൂനും 1000 എന്താ വിവാഹാശംസകൾ. ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ പോകും വരെ ഞാൻ എല്ലായിടത്തും പറഞ്ഞായിരുന്നു എനിക്ക് ഇന്ന് എന്റെ കല്യാണമാണെന്ന് തോന്നുന്നില്ല. ഞാൻ വേറെ ആരെയും കല്യാണത്തിന് പോകാൻ പോണേ. പക്ഷെ പുള്ളിക്കാരെ കണ്ടപ്പോഴാണ് വേറൊരു ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ. അപ്പൊ വേറൊരു വേഷത്തിൽ ഞാൻ കണ്ടപ്പോഴത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. శాశ్వతమైన సంతకమే చేసామోనే చెరుసగమే చేయాలి నీ పయనం తోడు నీడై సాక్ష్యంగా నిలవాలి ఇరువురము ఒకటే మాటే. എനിക്ക് അപ്പേട്ടനെ കുറിച്ച് ഓർമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലോട്ട് ഞങ്ങൾ 4 പേരാണ്. ഞാൻ, അപ്പേട്ടൻ, ചേച്ചി, അമ്മു, ഞങ്ങളിങ്ങനെ. പക്ഷെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ശരിയാത്തില്ല. ചേച്ചി അപ്പേട്ടനും വഴക്കൂടും, അമ്മുവും ചേച്ചിയും വഴക്കൂടും. അപ്പൊ എപ്പോഴും ഞാനും അപ്പേട്ടനായിരുന്നു ഒരു സൈഡിൽ. ഞങ്ങൾ വഴക്ക് കൂടാറൊന്നുമില്ല. ഞങ്ങൾ സെയിം നാളാ. അപ്പൊ ഞങ്ങൾ ആ ഒരു ബോണ്ടിങ് ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈവൻ കല്യാണത്തിന് തലേന്ന് ഇന്നലെ വരെ രാത്രി കല്യാണ ഷർട്ട് മേടിക്കാനും കൂടെ പോയത് ഞാനാ. രാത്രി വീട്ടിൽ 1:45, 2 മണിക്കാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ട് എപ്പോഴും ഉണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. శాశ్వతమైన సంతకమే చేసామోనే. ഞങ്ങൾക്ക് ലച്ചു ഒരു ഔട്ട്സൈഡർ അല്ല. കാരണം ലച്ചുവിനെ പണ്ടോടെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ ആണ്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണ്. ഇപ്പൊ ജസ്റ്റ് ആ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് വീട്ടിൽ ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്ഗ്രേഡ് ആണ്. വെർച്വൽ വേൾഡിന്റെ റിയൽ ലൈഫിലോട്ട് വരിക. അപ്പൊ എന്തായാലും ഗുഡ് ലക്ക് അപ്പു, ലച്ചു. ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് കൺഗ്രാറ്റ്സ്. കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി, നല്ലതായിട്ട് നടന്ന്. പിന്നെ നമ്മൾ തന്നെ നമുക്ക് വിശ്വസ് നേരാണ്. അപ്പൊ എല്ലാം സെറ്റല്ലേ പോവാൻ. എല്ലാം സെറ്റാണ്. ചിയേഴ്സ് ടു ഫോർ എവർ.